എവിടാണ് സ്ഥലം? നോർത്ത് പറവൂരാണ് സാർ, എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ. തന്നെ? അതെ അതെ, ഏഴിക്കര. ഡബ്ബിങ്ങിൽ യാദർച്ഛ്യമായിട്ട് വന്നതാണോ അതോ അഭിനയിക്കാൻ വേണ്ടി പോയപ്പം അങ്ങനെയൊക്കെ? അല്ലല്ല, അഭിനയിക്കണമെന്ന് നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു സാർ. പക്ഷെ നമുക്ക് ആകെയുള്ള കോൺഫിഡൻസ്, പണ്ട് ഞാൻ സ്കൂൾ ലീഡർ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പ്രതിജ്ഞയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ട് നിന്റെ ശബ്ദം നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ ആകെയുള്ള കോൺഫിഡൻസ് ശബ്ദം മാത്രം പോരാ, സ്ഫുടതയൊക്കെ ഉണ്ട്. അപ്പൊ അന്ന് അത് നമ്മളെ മലയാളം പഠിപ്പിച്ച ടീച്ചർമാരെല്ലാം നന്നായിരുന്നത് കൊണ്ട് നല്ല വൃത്തിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് കൊണ്ട്, കോൺഫിഡൻസ് ഉള്ള മേഖലയിൽ ആദ്യം ചാൻസ് ചോദിക്കാന്ന് വിചാരിച്ച് അന്വേഷിച്ച് വെട്ടിപ്പിടിച്ച് മേടിച്ചെടുത്തതാണ്. അല്ല, അങ്ങനെ തന്നെ വേണം. കാരണം എന്തായാലും പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയില്ലേ, ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് മാറില്ലേ? അല്ല, ഇപ്പൊ സാറിന്റെ കൂടെ ഇവിടെ ഇങ്ങനെ ഒരു വേദിയിൽ ഇരിക്കാൻ പറ്റിയത് തന്നെ അതിന്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു നേരത്തെ? ആയിരുന്നു സാർ. ഞാൻ കലാഭവനിൽ മിമിക്രി പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട്. ഞാനീ പറഞ്ഞില്ലേ, ടീച്ചറൊക്കെ ഇങ്ങനെ പറഞ്ഞതിന്റെ കോൺഫിഡൻസിൽ കലാഭവനാണല്ലോ വന്നുള്ളത്. അപ്പൊ നമുക്ക് കലാഭവനിൽ പോയിട്ട് മിമിക്രി പഠിക്കണം എന്നൊക്കെ പറഞ്ഞ്. അനുകരണം ആരൊക്കെ? ഞാൻ സാറിനെയാണ് ചെയ്തിരുന്നത്. എന്തായാലും തൽക്കാലം ഇപ്പൊ വേണ്ട, നമുക്കൊരു 3 ചോദ്യത്തിന് ശേഷം എന്തായാലും അതെനിക്കൊന്ന് കേൾക്കാം. ഇന്ന് ഞാൻ സാറിന് ചെയ്യില്ല, കാരണം ഒരു 10-15 കൊല്ലം മുമ്പ് ഞാൻ ചെയ്ത് നിർത്തിയ പരിപാടിയാ. കുഴപ്പമില്ല, ഇന്ന് നമുക്ക് തുടങ്ങിയേ പറ്റൂ. ഓക്കെ. KGF, RRR, ബാഹുബലി തുടങ്ങിയ ചിത്രങ്ങൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. അത് ഹീറോയുടെയാണ്. അതെ, ഹീറോ. RRR NTR സാറിന് 2 ഹീറോസ് ആണ്. NTR സാറിന് വേണ്ടി. അപ്പോൾ ഈ 2 പേർക്കും വേണ്ടി ഡബ് ചെയ്യുമ്പോൾ 2 ശബ്ദം കൊടുക്കാറുണ്ടോ? അല്ല, അത് ഞാൻ ബാഹുബലിയിൽ അങ്ങനെയാണ് സാർ. അച്ഛനും മകനും ആയിട്ടാണ് ബാഹുബലിയിൽ ചെയ്തത്. അമേന്ദ്ര ബാഹുബലിയും. അതെങ്ങനെയാണ് ആ ഡിഫറൻസ് ഒന്ന് കേൾപ്പിക്കാമോ? സാർ, ഇപ്പോൾ ആ പ്രായത്തിന്റെ വ്യത്യാസം ഉണ്ടല്ലോ സാർ. ഇപ്പം അദ്ദേഹം രാജാവായിരുന്നു, അതുപോലെ തന്നെ ശിവ എന്ന് പറയുന്ന മകൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പോൾ രണ്ടുപേരുടെയും വ്യത്യാസം. മറ്റതൊരു രാജ അശ്രീരി. അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ മകിഴ്മതി പ്രജകളുടെ ജീവനും സമ്പത്തും അഭിമാനവും സംരക്ഷിച്ചു കൊള്ളാമെന്ന്, ജീവത്യാഗം ചെയ്യാൻ മടിക്കില്ല എന്ന് രാജമാതാ ശിവകാമി ദേവി സാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് അച്ഛന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ എൻ്റെ കൂടെയുള്ളിടത്തോളം കാലം എന്നെ കൊല്ലാൻ കഴിയില്ല മാമ. അത് അദ്ദേഹത്തിന്റെ ഒരു എലമെന്റ് വരും, എന്നാലും അതിനെ നമ്മൾ ആ ബേസ് ടോൺ എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം. ബാക്കി ടെക്നിക്കലി ചെയ്യും. വിവാഹിതനാണോ? അല്ല 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 അതെന്താണ്? ഇല്ല, ഒന്നുമില്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ആയില്ല. ഞാൻ അങ്ങനെ കഴിച്ചില്ല, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഫ്ലാറി നടക്കുന്നില്ല. സന്തോഷമായിട്ട് ഞാൻ പറഞ്ഞ ഫ്ലറഞ്ചിന്ന്. വീട്ടിൽ നിങ്ങൾ എത്ര പേരാണ്? അച്ഛൻ, അമ്മ, അനിയൻ. അനിയൻ മാരീഡ് ആണ്. രേഷ്മ അനിയൻ മാരീഡ് ആണ്. അതെന്താണ് അങ്ങനെ? അല്ല, അവനാണ് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, അവൻ കല്യാണം കഴിച്ചു. അതിന് ഞാൻ കയറി എതിരേക്കേണ്ട കാര്യമല്ലോ. അതെ, അല്ല, അവർക്ക് താല്പര്യമുള്ളത് അവർ ചെയ്യട്ടെ, എനിക്ക് താല്പര്യമുള്ളത് ഞാൻ ചെയ്യാലോ. അപ്പോൾ ഒരു കുട്ടികളെ കണ്ടാലും നോക്കാനോ സംസാരിക്കാനോ ഒന്നും പോകത്തില്ല? അല്ല, അങ്ങനെയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, സംസാരിക്കാറുണ്ട്. അതൊക്കെ ഉണ്ട്. എന്നാലും പിന്നെ നമുക്ക് മനസ്സിന് ചേരുന്ന ഒരു വ്യക്തി ഇതുവരെ വന്നില്ല. അതെ അതെ അതെ. അപ്പൊ ചിലപ്പോ ഈ ഷോ കഴിയുമ്പോ വരട്ടെ സാറിന്റെ. അതെ, സാറിന്റെ കൂടെ ഇരിക്കാൻ കിട്ടിയ ഭാഗ്യം തന്നെ വലുതല്ലേ. ആ ഭാഗ്യത്തിന്റെ കൂടെ അതുകൂടെ വരട്ടെ. ഉറപ്പായിട്ട് വരും. വെറും 1.5 മണിക്കൂർ കൊണ്ടാണ് KGF ഡബ് ചെയ്തു എന്ന് കേട്ടു. ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു ഫിലിം അതെങ്ങനെ സാധിച്ചു? സാർ, അത് KGF ഫസ്റ്റ് പാർട്ടിലാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത്. അത് ഫസ്റ്റ് പാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്ഷൻ ടീമിന് ഈ വർക്ക് കിട്ടുന്നത് 14 ദിവസം റിലീസിന് മുമ്പുള്ളപ്പോഴാണ്. അപ്പോൾ ഇവർക്ക് അതിൻ്റെ ജോലികൾ അത്രയും തീർക്കണം. ഇപ്പോൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യണം, വോയിസ് കാസ്റ്റിംഗ് ചെയ്യണം, സോങ് എടുക്കണം, അങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. അപ്പം നമുക്ക് കിട്ടിയ സമയം വളരെ പരിമിതമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക്, പിന്നെ എനിക്ക് ഈ മാസ് ഡയലോഗ്സ് പറയാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ആ KGF വാഴ തുറ അദ്ദേഹം ആ ക്യാരക്ടർ എന്തെങ്കിലും പറഞ്ഞാൽ അത് മുഴുവൻ മാസാണ്. അതെ, ഇപ്പം ഞാൻ പറഞ്ഞില്ല സാർ, ഏതെങ്കിലും 10 പേരെ തല്ലി ഡോണായവനല്ല ഞാൻ തല്ലിയ 10 പേരും ഡോണുകളാ എന്ന് പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ അതിൽ തന്നെ ഇമോഷണലായിട്ട് അമ്മയെക്കുറിച്ച് പറയുന്ന ഡയലോഗ്, അതെല്ലാം നമുക്ക് നമ്മളങ്ങ് ഇഷ്ടത്തോടു കൂടി ചെയ്തതാണ്. അങ്ങനെ അത്